ഗ്രേറ്റ് ഇന്ത്യൻ ഫെസ്റ്റിവൽ ഷോപ്പ് നൗ. അങ്ങനെ ദീപാവലിയുടെ സമയത്ത് നമ്മൾ ഈ ഫെസ്റ്റിവൽ ഓഫറൊക്കെ കണ്ട് ഒരുപാട് അനവധി സാധനങ്ങൾ, ഹോം ഡെക്കോർ, ഡ്രസ്സ്, അങ്ങനെ ആവശ്യമുള്ളതും ഇല്ലാത്തതുമായ എല്ലാ സാധനങ്ങളും വാങ്ങി പോക്കറ്റൊക്കെ കാലിയായിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് എന്തുകൊണ്ടായിരിക്കും നമ്മളിങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കുന്നത്? ജസ്റ്റ് ഒന്ന് നോക്കിയാലോ. നമ്മുടെ ബ്രെയിന് രണ്ട് പാർട്ടുണ്ട്. ഒന്ന് ഇമോഷണൽ ബ്രെയിൻ അല്ലെങ്കിൽ ലിംബിക് സിസ്റ്റം. അതാണ് നമ്മുടെ ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഈ ദേഷ്യം, സങ്കടം, ഹാപ്പിനെസ്, അങ്ങനെ എല്ലാവിധ ഇമോഷൻസിനെയും കൺട്രോൾ ചെയ്യുന്നത് ഈ ലിംബിക് സിസ്റ്റമാണ് അല്ലെങ്കിൽ ഇമോഷണൽ ബ്രെയിനാണ്. രണ്ടാമത്തതാണ് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അല്ലെങ്കിൽ റാഷണൽ ബ്രെയിൻ. ഇതാണ് നമ്മുടെ ലോജിക്കും റീസണിങ്ങും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ചില സമയത്ത് ഈ രണ്ട് പാർട്ടും തമ്മിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അതായത് ഓവർ ഇമോഷണൽ ഇത് വരുമ്പോൾ നമുക്ക് ഈ രണ്ട് പാർട്ടും തമ്മിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും. അപ്പം നമ്മുടെ റാഷണൽ ബ്രെയിനിന് നേരായ രീതിയിൽ ചിന്തിക്കാനുള്ള സമയം കിട്ടില്ല, അല്ലെങ്കിൽ അതിന് അത്രയും ഫുൾ കപ്പാസിറ്റിയിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആ സമയത്താണ് നമ്മൾ ഈ ആവശ്യമില്ലാത്തതായ സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നതെന്നാണ് ന്യൂറോ സയൻറ്റിസ്റ്റ് പറയുന്നത്. അപ്പോൾ സ്ട്രെസ്സുള്ള സമയത്ത് അല്ലെങ്കിൽ ഓവർ ഇമോഷണൽ ഇതുള്ള സമയത്ത് അപ്പോഴൊക്കെ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കൂട്ടും. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയോ, നമ്മുടെ വിഷ്വൽ ഇൻഫർമേഷനൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഓക്സിപിറ്റൽ ലോബിലാണ്. അതിന് കുറച്ചുകൂടി കൂടുതൽ ഇമ്പാക്റ്റ് നമ്മുടെ ഡോപ്പമിൻ സർജിൽ ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. അപ്പം ഈ ഡോപ്പമിൻ സർജ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഗ്രാറ്റിഫിക്കേഷൻ, അതായത് പെട്ടെന്ന് വാങ്ങാനുള്ള ഒരു ത്വരയുണ്ടല്ലോ, അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അതായത് ഗ്രാറ്റിഫിക്കേഷൻ ഡിലേ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പെട്ടെന്ന് സാധനങ്ങൾ വാങ്ങുന്നു, കാണുന്നു, വാങ്ങുന്നു. ഈ ബെസ്റ്റ് സെല്ലർ ഓഫർ അല്ലെങ്കിൽ ഇത്ര % ഡിസ്കൗണ്ടൊക്കെ കാണുമ്പോൾ നമുക്ക് വാങ്ങാനുള്ള ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നു. അപ്പോൾ ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാൻ രണ്ട് ഞാൻ യൂസ് ചെയ്യുന്ന ചെറിയ മെത്തേഡ്സ് എന്താണെന്നറിയോ. ഒന്ന്, സാധനങ്ങൾ വാങ്ങാൻ തോന്നുമ്പോൾ അപ്പം തന്നെ വാങ്ങാതെ അത് ആഡ് ടു കാർട്ടിലിടുക. പിന്നെ കുറച്ചുകൂടി നമ്മൾക്കൊരു സമാധാനമായിട്ട് വാങ്ങിക്കുക. രണ്ടാമത്തെ കാര്യം, നമുക്ക് എന്താണോ വാങ്ങാനുള്ളത് ആ കാര്യങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് എന്നിട്ട് മാത്രം വാങ്ങുക. പ്രശസ്തനായ ഐറിഷ് പോയറ്റായ ഓസ്കാർ വൈൽഡ് പറഞ്ഞിട്ടുണ്ടത്രേ, ഐ ക്യാൻ റെസിസ്റ്റ് എനിത്തിങ് എക്സെപ്റ്റ് മൈ ടെംപ്റ്റേഷൻ എന്ന്. അപ്പോൾ ഈ ടെംപ്റ്റേഷൻ അടിമപ്പെടാതെ നമുക്കും റാഷണലായിട്ടൊക്കെ കാര്യങ്ങൾ വാങ്ങാമല്ലേ. നമസ്കാരം.